മുറപ്പെണ്ണ്. രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 14. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? നീലെടുത്ത ആകെപ്പാടെയുള്ള പെൺതരിയുടെ കല്യാണമാ. അത് നമുക്ക് കേമോ ആക്കണ്ടേ? കൃഷ്ണദാസിന് ചുമ്മുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മുഖം സംശയത്താൽ ചുളിഞ്ഞു. കിച്ചു പറഞ്ഞ ശരിയാ. നിന്റെ കല്യാണം ഇവിടെ ഉത്സവം പോലെ കൊണ്ടാടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചേരാ ഞങ്ങളെല്ലാവരും. അപ്പോൾ നിശ്ചയമൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ദേവരാജനും ശിവനും ഒരുപോലെ അനിയൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി. അവിടെ നിന്ന് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹവും അതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്കൊക്കെ അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മാമേ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചുമ്മു എല്ലാവരെയും ഒന്ന് പാളി നോക്കിയിട്ട് കൈ രണ്ടും പിരിച്ച് നെഞ്ചിന് മുകളിൽ കെട്ടിവെച്ചു. എന്തിനോ വേണ്ടിയോ തയ്യാറെടുക്കുന്ന രീതിയിൽ. എന്താണേലും പറഞ്ഞോളൂ. കല്യാണിയമ്മയ്ക്ക് അവൾ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ വലിയ കാര്യമായതുകൊണ്ട് ചുമ്മു എന്തു പറഞ്ഞാലും അത് നടത്തിക്കൊടുക്കണമെന്ന് അവരപ്പോഴേക്കും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ദിവസം മുൻപെങ്കിലും അനിയേട്ടൻ്റെ കല്യാണം നടക്കണം. ഇതിൻ്റെ ഒരാഗ്രഹമാണ്. ഭയം ഏതും കൂടാതെ തന്നെ അവൾ പറഞ്ഞു നിർത്തിയിട്ട് എല്ലാവരുടെയും മുഖഭാവങ്ങളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. അവിടെ കൂടുന്ന മുതിർന്നവർക്കെല്ലാം അവൾ പറയുന്നത് കേട്ടപ്പോൾ അമ്പരപ്പാണ് വന്നതെങ്കിലും മുറച്ചെറുക്കന്മാർക്ക് 6 പേർക്കും അപ്പോഴാണ് ചുമ്മുവിൻ്റെ ഉദ്ദേശം മനസ്സിലായത് തന്നെ. അനിരുദ്ധായിരുന്നു കൂടുതലും ഞെട്ടിയത്. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണോ ഇവളുടെ ശത്രുവായ മാധവിനെ കെട്ടാൻ തീരുമാനിച്ചത്? അവൻ്റെ സംശയത്തോടെ മനസ്സിൽ ചിന്തിച്ചു. ഈ 6 മാസത്തിനുള്ളിൽ അനിയുടെ കല്യാണം നടത്തുക എന്നൊക്കെ വെച്ചാൽ എങ്ങനെയാ മോളെ? നിൻ്റേതുപോലെ അല്ലല്ലോ. ഇവന് നമുക്ക് പുറത്തുനിന്ന് പെണ്ണിനെ നോക്കണ്ടേ? അനിരുദ്ധിൻ്റെ അച്ഛൻ ദേവരാജൻ പൊടുന്നനെ ഇടയ്ക്ക് കയറി ചോദിച്ചു. അതിനിപ്പോൾ പെണ്ണിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല മാമ. നമ്മുടെ ഓഫീസിലെ കാർത്തികയെ നമുക്ക് അനിയേട്ടന് വേണ്ടി ആലോചിക്കാം. അത് പറയുമ്പോൾ അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിലായിരുന്നു. നീ ഇതെന്തൊക്കെയാ കുഞ്ഞേ ഈ പറയുന്നേ? അത് നമ്മുടെ ഓഫീസിലെ വെറും ഒരു സ്റ്റാഫല്ലേ. അതുമല്ല, അവളുടെ വീട്ടുകാരിതൊക്കെ സമ്മതിക്കുമോ? രണ്ടാമനായ ശിവരാജൻ ഉള്ളിലുള്ള സംശയം തുറന്നു ചോദിച്ചു. അതൊക്കെ സമ്മതിക്കും മാമേ. നിങ്ങളെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി പെണ്ണിനെ ചോദിച്ചാൽ മതി. എനിക്കെൻ്റെ ഏട്ടത്തിയായി കാർത്തിക മതി മാമേ. അവൾ ശാഠ്യം പിടിച്ചു. ചുമ്മു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ മുതിർന്നവരുണ്ട്. വെറുതെ നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. സാവിത്രിക്ക് തൻ്റെ മകളോട് ചെറിയ നീരസം തോന്നി. വീട്ടിലുള്ളവരുടെ സാന്ദ്രത്തിൽ അവൾ കൂടുതൽ കൈകടത്തുന്നു എന്നൊരു സംശയം അവരിൽ പൊടുന്നനെ ഉണ്ടായി. അവളുടെ ഒരാഗ്രഹമല്ലേ സാവിത്രി. ഇനിയിപ്പോൾ ചുമ്മുവിനെ വെറുതെ അതും പറഞ്ഞ് സങ്കടപ്പെടുത്താൻ നിൽക്കേണ്ട. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പോയി രാജശേഖരനെ ഒന്ന് കണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അനിരുദ്ധിൻ്റെയും കാർത്തികയുടെയും കാര്യം അറിയാവുന്ന നാരായണി എല്ലാവരോടുമായി നിർദ്ദേശിച്ചതും അക്കാര്യത്തിൽ അവിടെ ഒരു തീരുമാനമായി. എങ്കിലും കാർത്തികയെ എന്തിനു വേണ്ടി അനുമോനെ ആലോചിച്ചു എന്നൊരു ചിന്ത അവിടെ കൂടിയിരുന്ന എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇത് വേണ്ടായിരുന്നു ചുമ്മു. നീ എനിക്ക് വേണ്ടിയാണ് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ഏറ്റത്. അനിയുടെ വാക്കുകളിൽ ദേഷ്യവും സങ്കടവും നിസ്സഹായതയും എല്ലാം കൂടിക്കൊഴിഞ്ഞൊരു ഭാവമായിരുന്നു. അവിടെ കൂടി നിന്നിരുന്ന അച്ചുവിനും വിവേകിനും വിപിനും പങ്കുവിനും പോലും ഇതുതന്നെയായിരുന്നു അവളോട് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ചുമ്മുവിനെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറിയതായിരുന്നു അവർ. എൻ്റെ പൊന്നനിയേട്ടാ, ആദ്യം നിങ്ങളുടെ കെട്ട് നടത്താൻ നോക്ക്. പിന്നെ പോരെ ഈ സെൻറ്റി അടിക്കൽ. അവൾ അലസമായി പറഞ്ഞു നിർത്തി. ചുമ്മു, നീ എന്താ മനസ്സ് തീരുമാനിച്ചു വെച്ചേക്കുന്നേ? ഞങ്ങൾക്കറിയണം. അച്ചുവിൻ്റെ ശബ്ദം ഉച്ചത്തിലായി. ആദ്യം അനിയേട്ടൻ്റെ കല്യാണം നടക്കട്ടെ അച്ചുവേട്ടാ. അത് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ കാര്യം. അപ്പോഴും പെണ്ണിന് പറയാനുണ്ടായിരുന്ന അതുതന്നെയായിരുന്നു. അപ്പോൾ നീയും കണ്ണനും തമ്മിലുള്ള കല്യാണമോ? അത് നീ വെറുതെ പറഞ്ഞതാണോ? വിവേകും പതിവില്ലാത്ത രീതിയിൽ അവളോട് ഗൗരവത്തോടെ തിരക്കി. അതിന് മറുപടിയൊന്നും പെണ്ണിൻ്റെ പക്കൽ നിന്നും ആർക്കും കിട്ടിയില്ല. കട്ടിലിൻ്റെ ക്രാസിൽ ചാരിയിരുന്നു കൊണ്ട് ചുവരിലെ ക്ലോക്കിലെ മിനിറ്റ് സൂചിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നവൾ. ചുമ്മു, അനിയുടെ കല്യാണത്തിന് വേണ്ടി നീ നടത്തിയ നാടകമാണെങ്കിൽ ഇതെവിടെ വെച്ച് നീ അവസാനിപ്പിച്ചോണം. നിന്റെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂട്ടു നിൽക്കുമെന്നും വെച്ച് കണ്ണനെ മാറ്റി നിർത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. അനുമോൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അച്ചു അവളെ ശാസനയോടുകൂടി നോക്കി. എന്തു ചെയ്തു കൊടുക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
നമ്മുടെ ഓഫീസിലെ വെറും ഒരു എംപ്ലോയിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ മേലേടത്ത് നാരായണിയമ്മ രണ്ടാമതൊന്നും കൂടി ജനിക്കണം. ഇപ്പോൾ തന്നെ ഇത് സമ്മതിച്ചു തന്നത് എൻ്റെ കല്യാണം നടക്കുമെന്നുള്ള ഉറപ്പിന്മേല. അതുമല്ല, എൻ്റെ കല്യാണം കഴിയാതെ അനിയേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആരും ഇവിടെ എടുക്കത്തില്ല. അതുവരെ കാർത്തോൻ്റെ വീട്ടുകാർ അടങ്ങിയിരിക്കുമോ? ഇപ്പോൾ തന്നെ അവളുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ട. ഇനിയിപ്പോൾ എല്ലാവരെയും ധിക്കരിച്ച് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ ഈ ഇരിക്കുന്ന എൻ്റെ അനിയേട്ടൻ തയ്യാറാവുമോ? അതെങ്ങനെയാ? ചുമ്മുവിൻ്റെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉപേക്ഷിച്ചല്ലേ ശീലം, പണ്ട് തൊട്ടേ. അത് ചോദിക്കുമ്പോൾ മാത്രം അവളുടെ ഓർമ്മകൾ നീണ്ട 10 വർഷങ്ങൾക്കപ്പുറത്തേക്ക് വീണ്ടും പോയി. എടി, എന്നും പറഞ്ഞ് നീ ഇങ്ങനൊക്കെ. കണ്ണൻ അവൻ ഒന്നും വേണ്ട. ഞാൻ അച്ചമ്മയോട് സംസാരിക്കാൻ പോവാ. ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിന്നെ തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. അനിരുദ്ധ പെട്ടെന്ന് ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അതിന് കണ്ണേട്ടനുമായിട്ടുള്ള കല്യാണം എനിക്കിഷ്ടമല്ലെന്ന് അനിയേട്ടനോട് ആരാ പറഞ്ഞേ? ചുമ്മു പെട്ടെന്ന് ചാടി കയറി ചോദിച്ചു. അത്രയും നേരം നീട്ടി വെച്ചിരുന്ന കാലെടുത്ത് ചമ്രം പടഞ്ഞുകൊണ്ടിരുന്നവൾ അനിരുദ്ധിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ നിനക്ക് കണ്ണനെ ഇഷ്ടമാണോ? ആ 4 പേരുടെ വായിൽ നിന്നും കോറസ് പോലെ ആ ശബ്ദം ഒരുപോലെ മുറിയിൽ മുഴങ്ങി. അങ്ങനെ കെട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രൊപ്പോസ് ചെയ്തത്. പെണ്ണിൻ്റെ മുഖത്തപ്പോൾ നവവധുവിൻ്റെ ഒരു നാണമോ ചളിപ്പോ ഒന്നുമില്ലായിരുന്നു എന്നത് എല്ലാവരും ഇത്തിരി ആശങ്കയിലാഴ്ത്തി. എടി, നീ ശരിക്കും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ? വിപിൻ ഉറപ്പിനു വേണ്ടി വീണ്ടും ചോദിച്ചു. ആണ് വിപിനേട്ടാ. അവൾ കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. സത്യം പറഞ്ഞു, കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എന്തേലും കുനിഷ്ടൊപ്പിച്ച് എൻ്റെ കണ്ണേട്ടനെ തേക്കാനല്ലേടി നിൻ്റെ ഉദ്ദേശം? അവളുടെ ആലോചനകളെ പോലും മനഃപ്പാടമാക്കിയ പങ്കുവിന് അത് ചോദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. പൊന്നൻ. കട്ടിലിൻ്റെ തുമ്പത്തിരുന്നവനെ കാലുമടക്കി ഒന്ന് കൊടുത്തായിരുന്നു അതിന് പെണ്ണ് കൊടുത്ത മറുപടി. അതോടെ ആ സംസാരത്തിന് അവിടെ സമാപനമായി. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും പങ്കു അടുത്തു വന്ന് ഉറങ്ങാനായി കിടക്കുമ്പോഴും എല്ലാം ചുമ്മുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. എന്നാൽ അവരുടെ സംസാരം ഒരു ചുവരിനപ്പുറം നിന്ന് കേട്ടവൻ്റെ കണ്ണുകൾ തൻ്റെ വലത്തെ കൈയിലെ കുഞ്ഞു വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തിലേക്കാണ് ആദ്യം പാളി വീണത്. എന്താടാ നീ ഇവിടെ? പതിവില്ലാത്ത രീതിയിൽ ഓഫീസിലേക്ക് കടന്നു വന്ന മാധവിനെ കണ്ടതും അശ്വിൻ്റെ മുഖം ഒന്ന് സംശയത്താൽ ചുളിഞ്ഞിരുന്നു. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്നുള്ള കാര്യം അശ്വിൻ അറിയാമായിരുന്നു. അതെന്താ അച്ചുവേട്ടാ, എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? CEO ക്യാബിനിലെ കോർണറിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സോഫയിലേക്കായി ഇരിക്കുമ്പോൾ മാധവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അശ്വിൻ പെട്ടെന്ന് അവൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് കണ്ണൻ്റെ അരികിലേക്കായിരുന്നു. പറ കണ്ണ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അച്ചു അവനെ കേൾക്കാൻ തയ്യാറായിരുന്നേ. നിത ഇവിടെ വന്നിട്ടുണ്ട്. ദൂരെ എങ്ങോട്ടേക്കോ നോക്കി വളരെ ഗൗരവത്തോടെയായിരുന്നു കണ്ണൻ്റെ സംസാരം. എന്തിനാ? അപ്രതീക്ഷിതമായിരുന്നത് കൊണ്ട് തന്നെ നിത എന്ന പേര് അച്ചുവിൽ പരിഭ്രമം ഉണ്ടാക്കി. അവൾക്കൊരു ജോബ് ഇപ്പോൾ അത്യാവശ്യമാണെന്ന്. മാധവൻ്റെ കണ്ണുകളിൽ അപ്പോഴും പതിവ് ഗൗരവം തന്നെയായിരുന്നു. കണ്ണ, അതിപ്പോൾ വേണോ? ചുമ്മുവിൻ്റെ മുഖം പൊടുന്നതിനെ മനസ്സിലേക്ക് കയറി വന്നതും അശ്വിൻ വല്ലാത്തൊരവസ്ഥയിലായി. അവരുടെ ബിസിനസ്സൊക്കെ തകർന്നു അച്ചുവേട്ടാ. അവൾക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്. അവളുടെ അമ്മ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ മറുത്തൊന്നും പറയാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. നിർവികാരതയോടാണ് മാധവ് സംസാരിച്ചത്. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കണ്ണ. ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ? കാക്കിപ്പാൻ്റെ മുകളിൽ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നവനെ കണ്ടതും അച്ചു മുഖം ചൊളിച്ചു. സ്റ്റേഷനിൽ നിന്നുള്ള വരവാണ്, അതും ഈ ഒരു കാര്യത്തിനു വേണ്ടി. കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നേട്ടാ, അതാ. സംസാരം അവസാനിപ്പിച്ചു എന്ന രീതിയിൽ മാധവ് സോഫയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. എന്തേലും കുടിക്കാൻ പറയട്ടെ കണ്ണ? വേണ്ട അച്ചുവേട്ടാ, ഞാൻ ഇറങ്ങുവാ. യാത്ര പറഞ്ഞിട്ട് അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. നേരെ നടന്നത് പങ്കുവിൻ്റെയും ചുമ്മുവിൻ്റെയും സെക്ഷനിലേക്കും. വാവ്, ഹാൻസം. പെൺകോഴികളെല്ലാം തല പൊക്കി നോക്കുന്നിടത്തേക്ക് പങ്കുവിൻ്റെ കണ്ണുകളും പാഞ്ഞു. കണ്ണേട്ടൻ. അവൻ ഒത്തിരി ഉച്ചത്തിൽ പിറുപിറുത്തു. ഇങ്ങേരെന്താ ഇവിടെ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ. നേരെ ചെന്ന് ടീം മാനേജറായ ഭൗരനെ കാണുന്നതും അവനോട് സംസാരിക്കുന്നതൊക്കെ കണ്ടതും പങ്കുവിൻ്റെ നെറ്റി വന്ന് സംശയത്താൽ ചുളിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നതിന് മുമ്പ്
കണ്ണൻ്റെ മിഴികൾ പങ്കുവിൻ്റെ സീറ്റിനെ ചേടിച്ചെന്നു. താൻ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് ഒരു ചിരി പോലും തരാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കണ്ണനെ കണ്ടതും ചെക്കൻ്റെ മുഖം കുനിഞ്ഞുപോയി സങ്കടത്തോടെ. അവൻ നേരെ ലിഫ്റ്റിൻ്റെ വശത്തേക്ക് പോയപ്പോഴാണ് അപ്പുറത്തു നിന്ന് സ്റ്റെയർ കയറി അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന ചുമ്മുവിനെ മാധവ് കണ്ടത്. അതും വെപ്രാളത്തോടെ. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ചുമ്മു നില തെറ്റി വീഴാൻ പോയതും മാധവ് അവളെ കയറി പെട്ടെന്ന് പിടിച്ചിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി വന്ന് അറിയിച്ചേക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.